അപ്പോൾ സ്നൈപ്പർ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഖുദ് സേ പ്യാർ എന്ന കവിത, അല്ലേ? ഖുദ് സേ പ്യാർ, സെൽഫ് ലവ്, നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നർത്ഥം വരുന്ന ഖുദ് സേ പ്യാർ എന്ന കവിത. ആരായിരുന്നു ആ കവിത എഴുതിയത്? ശോഭനാഥ് യാദവ്. ശോഭനാഥ് യാദവ് എന്ന വളരെ പ്രശസ്തനായ കവിയുടെ കവിതയാണ് ഖുദ് സേ പ്യാർ എന്ന കവിത. ഈ കവിതയെക്കുറിച്ചുള്ള ആസ്വാദൻ ടിപ്പണി അല്ലെങ്കിൽ ആശയ ലിഖേം എന്ന തരത്തിലുള്ള ചോദ്യം നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ആ ഒരു ആസ്വാദൻ ടിപ്പണി അഥവാ ആശയം പഠിച്ചിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റണം? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ആസ്വാദൻ ടിപ്പണി എഴുതാന്ന്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹെഡിങ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ശീർഷക് ദേനാഹെ. ശീർഷക് എന്ന് പറഞ്ഞാൽ എന്താ? തലക്കെട്ട്, അല്ലേ? അപ്പൊ എന്തായാലും ടൈറ്റിൽ കൊടുക്കണം. ഖുദ് സേ പ്യാർ എന്ന കവിതയുടെ പേര് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഹെഡിങ് ആയിട്ട് നൽകാം, ഖുദ് സേ പ്യാർ. ഓക്കെ അല്ലേ? ഇനി ആദ്യത്തെ സെന്റൻസിൽ ഇത് ആരെഴുതിയ കവിതയാണെന്ന് എന്ത് ചെയ്യണം? പറയണം. പ്രമുഖ കവി ശ്രീ ശോഭനാഥ് യാദവ് കാ ഏക് ചോട്ടി കവിത ഹെ ഖുദ് സേ പ്യാർ. പ്രമുഖ കവിയായ ശ്രീ ശോഭനാഥ് യാദവിൻ്റെ ഏക് ചോട്ടി കവിത ഹേ, ഒരു ചെറിയ കവിതയാണ്. ചോട്ടി കവിത എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കവിതയാണ് ഖുദ് സേ പ്യാർ. ഓക്കെ, യെസ്. കവിത में कवि सूरज की आग, पेड़ के फूल और बादल के जल के बारे में कहकर हमें खुद से प्यार करने को कहता है. എന്താ പറയുന്നത്? കവിത മേം, കവിതയിൽ കവി സൂരജ് കി ആഗ്, സൂര്യന്റെ തീയിനെ കുറിച്ചും, പേട് കെ ഫൂൽ, മരത്തിലെ പൂക്കളെ കുറിച്ചും, ബാദൽ കെ ജൽ, മേഘത്തിലെ വെള്ളത്തെക്കുറിച്ചും. അല്ലേ? ഈ കെ ബാരേമേം എന്ന് പറഞ്ഞാൽ എന്താ? കെ ബാരേമേ എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നാണ് അർത്ഥം. കെ ബാരേമേം, എബൌട്ട്. ഓക്കെ, എബൌട്ട്, കുറിച്ച് എന്നാണ് അർത്ഥം. എന്തിനൊക്കെ കുറിച്ചാണ്? യെസ്, സൂരജ് കി ആഗ്, സൂര്യന്റെ തീ, അതുപോലെ പേട് കെ ഫൂൽ, മരത്തിലെ പൂക്കൾ, അതുപോലെ ബാദൽ കെ ജൽ, മേഘത്തിലെ വെള്ളം, അതായത് മഴ, അല്ലെ? ഇതിനെ കുറിച്ചൊക്കെ കഹ്കർ, പറഞ്ഞിട്ട്, ഹമേം ഖുദ് സേ പ്യാർ കർനെ കോ, ഹമേം, നമ്മളോട് ഖുദ് സേ പ്യാർ കർന, സ്വയം സ്നേഹിക്കാൻ എന്ത് ചെയ്യുന്നു? കഹ്താ ഹേ, പറയുന്നു. കവി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? നമ്മൾ സ്വയം എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതിന് ഏതൊക്കെ എക്സാമ്പിൾസാ പറഞ്ഞത്? തീ, സൂര്യന്റെ തീയും, അതുപോലെ മരത്തിലെ പൂക്കളും, അതുപോലെ മേഘങ്ങളിലെ വെള്ളവും, അല്ലേ? യെസ്. പിന്നെ കവി കഹത്തെ ഹേ, കവി പറയുന്നു, കി എന്തെന്നാൽ, സൂരജ് അപ്നെ ആഗ് രൂപി ഊർജാക്കോ, സൂരജ്, സൂര്യൻ, അപ്നെ, തന്നിലുള്ള, ആഗ് രൂപി ഊർജ, തീ രൂപത്തിലുള്ള എനർജി, പ്യാർ കി തരഹ്, ഒരു സ്നേഹം പോലെ, സാരി ദുനിയാമേം ഫൈലാത്താ ഹേ, സാരി ദുനിയാമേം, അല്ലേ? അതായത് ലോകം മുഴുവനും എന്ത് ചെയ്യുന്നു? ഫൈലാത്താ ഹേ, വ്യാപിപ്പിക്കുന്നു. സൂര്യൻ തന്നിലുള്ള എനർജി എല്ലാവർക്കും എന്ത് ചെയ്യാണ്? സ്നേഹം എന്ന രൂപത്തിൽ വ്യാപിപ്പിച്ച് കൊടുക്കുകയാണ്, എല്ലാവർക്കും കൊടുക്കുകയാണല്ലേ? ഉസീ പ്രകാർ, അതുപോലെ തന്നെ, ദറഖ്ത് ബി ദുനിയാക്കോ ഫൂൽ ദേക്കർ അപ്ന പ്യാർ പ്രകട് കർത്താ ഹേ. ദറഖ്ത് ബി, വൃക്ഷങ്ങളും മരങ്ങളും, ദുനിയാക്കോ, ലോകത്തിന്, ഫൂല് ദേക്കാർ, പൂക്കൾ നൽകി, അപ്ന പ്യാർ പ്രകട് കർത്താ ഹേ, തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. സൂര്യൻ അതിൻ്റെ തീനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? സൂര്യൻ അതിൻ്റെ തീനെ, എനർജി എന്ത് ചെയ്യുന്നു? ഇത്തിനാ പ്യാർ കർത്താ ഹേ, ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ലോകർക്ക് മുഴുവനും ആ ഒരു സ്നേഹം നൽകുന്നു. അതുപോലെ മരങ്ങൾ തന്നിലുള്ള പൂക്കളെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടോ ആ സ്നേഹം എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ യെസ്, ലാസ്റ്റ് വൺ, ബാദൽ തോ ബാരിഷ് ബർസാക്കാർ, മേഘങ്ങൾ എന്താ ചെയ്യുന്നത്? ബാരിഷ് ബർസാക്കാർ, മഴ വർഷിപ്പിച്ച്, സാരീ ദുനിയാക്കി പ്യാസ് ബുജാത്താ ഹേ,
ലോകത്തുള്ള എല്ലാവരുടെയും ദാഹം ശമിപ്പിക്കുന്നു. പ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാഹം. പ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാഹം. ഓക്കെ, പ്യാസ് ദാഹം. അപ്പോൾ ലോകത്തുള്ള എല്ലാവരുടെയും ദാഹം എന്ത് ചെയ്യുന്നു? ആ മേഘം മഴ പെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ശമിപ്പിക്കുന്നു. ബുജാത്താഹേ, ശമിപ്പിക്ക, കെടുത്ത, അല്ലേ? ആഖിർ കവി കഹത്തെ ഹേ, ആഖിർ അവസാനം, കവി കഹത്തെ ഹേ, കവി പറയുന്നു, കി എന്നാൽ ഹം ഖുദ് സേ പ്യാർ കർ, അല്ലേ? ഹം ഖുദ് സേ പ്യാർ കർ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച്, ദൂസരോ കോ ഭി പ്യാർ ദേനാ ഹേ, മറ്റുള്ളവരെയും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവണം, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, എന്നിട്ട് ആ സ്നേഹം എന്ത് ചെയ്യുക? നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൊടുക്കുക, അല്ലേ? യഹി ഇസ് കവിത കാ സന്ദേശ് ഹേ, ഇതാണ് ഈ കവിതയുടെ സന്ദേശം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു ആസ്വാദന ടിപ്പണി നന്നായിട്ട് പഠിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെഡിങ് എഴുതണം. ഹെഡിങ് എഴുതിയിട്ടില്ലെങ്കിൽ 1 മാർക്ക് പോവും. കവിയുടെ പേര് എഴുതണം, എഴുതിയിട്ടില്ലെങ്കിൽ 1 മാർക്ക് പോവും. പിന്നെ ആശയം എന്താണ് കവിതയിൽ പറഞ്ഞതെന്നും കവിതയുടെ സന്ദേശം എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എഴുതണം. അപ്പോഴേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ, ഈ ഒരു ക്ലാസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. സ്നൈപ്പർ സീരീസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.